എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു അലുവയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പം ഇത് കുറച്ച് സമയം എടുത്തുണ്ടാക്കുന്ന ഒരു അലുവയുടെ റെസിപ്പി കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് 250 ml ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഗ്ലാസ് അളവാണെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാം. അപ്പോൾ പാല് പിഴിഞ്ഞെടുത്താണ് ഇതിൻ്റെ മൈദയുടെ പാല് പിഴിഞ്ഞെടുത്താണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ കുഴച്ച് വന്നപ്പോൾ ഞാൻ എടുത്തപ്പോൾ കുറച്ചൊരു വെള്ളം ഒന്ന് കൂടിപ്പോയി. അതുകൊണ്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്കിത് നന്നായിട്ട് ചപ്പാത്തി പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നന്നായിട്ട് നമ്മൾ കുഴച്ച് ചപ്പാത്തിയുടെ പരുവത്തിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ മാവ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു 2 കപ്പ് വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു 10-15 മിനിറ്റോളം മൂടി വെക്കാം. സമയമുണ്ട്, ഒരു അരമണിക്കൂർ നമ്മൾ മൂടി വെക്കണം. അപ്പോൾ ഞാനിത് രാവിലെയാണ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഇതൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെ പാല് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിഴിഞ്ഞെടുത്തതിന് ശേഷം നമ്മൾ അരിപ്പപാത്രത്തിൽ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുകയാണ്. അരിച്ചെടുത്തതിന് ശേഷം ആ ചണ്ടി നമുക്ക് കളയാം. നന്നായിട്ട് അതിലെല്ലാം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കണം. തീരെ നൈസായിട്ടുള്ള അരിപ്പ വെച്ച് വേണം അരിച്ചെടുക്കാനായിട്ട്. വേറെ കരടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് ഇതിൻ്റെ പാല് അടിയിലടിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അതിന് ശേഷം രാത്രിയിൽ ഞാനിതിൻ്റെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുവാണ്. ആ പൊടി മാത്രം നമുക്ക് അടിയിൽ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ വെള്ളം മൊത്തം നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടെ നമുക്കിതൊന്ന് കലക്കി വെക്കാം. കലക്കി വെച്ചതിന് ശേഷം നമുക്ക് പിറ്റേന്ന് രാവിലെ വേണം ബാക്കി ഇനി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ അടിയിലെ മട്ട് അടിഞ്ഞ് വരുമ്പോൾ നമുക്ക് അതൊന്ന് ഊറ്റിയെടുക്കണം. വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് അതിൻ്റെ പാല് മാത്രമായിട്ട് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഞാനിതിൻ്റെ വെള്ളം ഒന്നുകൂടെ ഒന്ന് എടുത്ത് കളയുവാണ്. അതിനുശേഷം നമ്മുടെ ഇപ്പം പാല് അടിയിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇളക്കി കൊടുത്തിട്ട് കട്ടിയായിട്ടിരിക്കുവാണ്. അതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുവാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതെന്തുമാത്രം ഉണ്ടെന്ന് നമുക്കൊന്ന് അളന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് വെക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ പാല് മുഴുവനൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയും പൊടി കൊണ്ട് നമുക്ക് ഒരു 3/4 ഗ്ലാസോളം പാലാണ് കിട്ടിയിരിക്കുന്നത്. മൈദയുടെ പാലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് പഞ്ചസാര നിറച്ച് എടുക്കണം. ഇപ്പം ഞാൻ 3/4 കഴിഞ്ഞിട്ട് ഒരു 2 ടീസ്പൂണും കൂടെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇട്ട് കൊടുത്തപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഗ്ലാസ് ഫുള്ളായിട്ട് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇച്ചിരി മധുരം കുറച്ചാണ് എടുക്കുന്നത്. കാരണം ചേട്ടന് ഒത്തിരി ഓവറായിട്ട് മധുരം ഇഷ്ടമില്ല. അതുകൊണ്ട് കുറച്ചൊരു മധുരം കുറച്ചാണ് എടുക്കുന്നത്. പക്ഷേ ഹലുവയ്ക്കൊക്കെ നല്ല മധുരം ഉള്ളതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒരു 1/4 കപ്പോളം വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് പഞ്ചസാര എല്ലാം ഒന്ന് അലിഞ്ഞ് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി പണി തുടങ്ങുന്നത്. നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. തീയൊക്കെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇളക്കിയതിന് ശേഷം ഒന്ന് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് കളർ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇനി ഈ സമയത്ത് വേണം നമുക്കിതിലേക്ക് ഞാൻ ഓറഞ്ച് ഫുഡ് കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കളറിന് ആവശ്യമായത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ഡ്രോപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം കളറ് ഏകദേശം ഓറഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു തുള്ളി കളർ കുറവ് പോലെ തോന്നുന്നുണ്ട്. ഞാനൊരു ഡ്രോപ്പ് കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ
ഈ പാല് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറുകി കളറും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളിച്ചെണ്ണയാണ്. ഒരു 1/2 കിലോയോളം വെളിച്ചെണ്ണ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വെളിച്ചെണ്ണ നന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്ന് വേണം ബാക്കി ഇനി ഇത് റെഡിയായി വരാനായിട്ട്. ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കണം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ നല്ലതായിട്ട് ഇളക്കി കൊടുക്കുവാണ്. അപ്പോൾ ഇളക്കുന്നതാണ് ഈ അലുവ ഉണ്ടാക്കുന്നതിനകത്തുള്ള മെയിൻ പണി. ബാക്കി പണികളൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഉണ്ടാക്കിയെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്രഷ് ചെയ്ത കുറേ കാഷ്നട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കാഷ്നട്ട് ഇട്ട വീഡിയോ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പം ഞാൻ അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏലക്കപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അലുവ ഇപ്പം കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. അടിവശത്തെ ഭാഗമൊക്കെ വെള്ള കളറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം. കണ്ട ആ തവിയിൽ നിന്നൊക്കെ ഒന്ന് പതുക്കെയാണ് വിട്ടുപോരുന്നത്. പെട്ടെന്ന് വിട്ടുപോരുന്ന രീതിയാകരുത്, പതുക്കെ അവത്തേന്ന് വീഴാവുള്ള ആ രീതിയാണ് കണക്ക്. പിന്നെ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ആ ചൂടോടെ തന്നെ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പക്ഷെ ഞാനൊന്ന് പ്രസ് ചെയ്തപ്പോൾ അതൊന്നും ശരിയായി വന്നില്ല. കാരണം അതിട്ട് കൊടുത്തതിന് ശേഷം ഇത് നരപ്പയുള്ളൊരു പാത്രം തപ്പി നടന്ന സമയം പോയത് കാരണം കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് കിട്ടുമോയെന്ന് അറിയത്തില്ല. എന്നാലും നമ്മുടെ അലുവ കറക്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആറി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അലുവ ആറി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ചതുരത്തിൻ്റെ ഷേപ്പൊന്നും കിട്ടിയില്ലെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റുള്ള അലുവയാണ്. ഞാനൊന്ന് മുറിച്ച് കാണിക്കാം ഇത്. അപ്പോൾ നമുക്കും വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് അലുവയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊന്ന് മെനക്കെടണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനൊന്ന് മുറിക്കുവാണ്. അപ്പം മുറിച്ചപ്പോൾ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉള്ള അലുവയാണ്. കണ്ട ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്നും ഒട്ടിപ്പിടിക്കാതെ ഇരിക്കുന്ന നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുള്ള അലുവയാണ്. അപ്പം ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഇതുപോലെ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടെന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. മധുരവും അതുപോലെ തന്നെ എണ്ണ ഒക്കെ പ്രശ്നമില്ലാത്തവർക്ക് കഴിക്കാൻ പറ്റിയ നല്ല അലുവയാണ്. അപ്പം ഞാനെന്തായാലും കഴിച്ച് നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരമൊക്കെ പാകത്തിനായിരുന്നു. ഇതിലും കൂടുതൽ നമ്മൾ കുറച്ചുകൂടെ നേരം കൂടെ അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് റബ്ബർ ബാൻഡ് പോലെയായി പോവും. അതുപോലെ ആകുമ്പോൾ നമുക്ക് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ടാണ് ഇതേപോലെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലുള്ള ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോസും ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.